രസമുണ്ട്. കുഴഞ്ഞു നിൽക്കും. ഹേ ഗായ്സ്, ഇത് സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. നമ്മൾ രാവിലെ മൂകാംബികയിൽ തൊഴുതിട്ട് ഈവനിങ് ആണ് നമ്മൾ കുടജാദ്രിയിലേക്ക് പോയത്. നമ്മൾ ജീപ്പിലാണ് പോയത്. നമ്മൾ താമസിക്കുന്ന സ്റ്റേയിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ജീപ്പ് ഉണ്ടായിരുന്നു കുടജാദ്രിയിലേക്ക് പോകാൻ. നമ്മൾ അമ്മമാരും നമ്മൾ ഇത്രയും പേര് മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ 1 അവർ ട്രാവൽ ചെയ്തിട്ട് നേരെ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. നമ്മൾ ചെക്ക് പോസ്റ്റിൽ പാസ് എടുത്ത് നമ്മുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽസ്, സ്നാക്സ് ഐറ്റംസ് ഇതിൻ്റെ എല്ലാം ലിസ്റ്റ് കൊടുത്തിട്ട് നമ്മൾ പാസ് എടുക്കണം. പാസ് എടുത്താണ് നമ്മൾ നേരെ മുകളിലേക്ക് ജീപ്പിൽ പോകുന്നത്. ഇവിടം തൊട്ടാണ് സത്യത്തിൽ ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതും. നേരെ മുകളിലേക്കുള്ള യാത്രയാണ് ഈ കാണുന്നത്. താഴേന്ന് ഏകദേശം 7000 അടി പൊക്കത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ നമ്മളെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരണം. നമ്മൾ വീഡിയോസിലൊക്കെ കൂടെ മാത്രമേ കണ്ടിട്ടുള്ളല്ലോ. നമുക്ക് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസും. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും പുള്ളി നല്ല രീതിയിൽ ഗൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളിപ്പം പോകുന്ന സ്ഥലത്തൂടെ നമുക്ക് മൂകാംബിക അമ്പലം സ്ഥിതി ചെയ്യുന്ന മലയും കാര്യങ്ങളൊക്കെ പുള്ളി കാണിച്ചു തരികയൊക്കെ ചെയ്യും. അങ്ങനെ നമ്മൾ ജീപ്പിൽ നിന്ന് ഇറങ്ങി അവിടെയുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ കയറി തൊഴുതിന് ശേഷമാണ് നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇവിടെ വരെ നമുക്ക് ജീപ്പിലെത്താൻ പറ്റത്തുള്ളൂ. അവിടെ നിന്നൊരു 2 കിലോമീറ്റേഴ്സ് നമുക്ക് മുകളിലേക്ക് നടക്കണം. അങ്ങനെ നടന്നാണ് നമുക്ക് മുകളിലെത്താൻ പറ്റും. അങ്ങനെയുണ്ട്. വാ വാ വാ. നമ്മൾ കുറച്ച് കയറിയപ്പോൾ തന്നെ ആകെ മൊത്തത്തിൽ ടയേർഡായി. നമുക്ക് ബ്രീത്തിങ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഫീൽ ആവുന്നുണ്ടായിരുന്നു. നമ്മൾ പതുക്കെ റെസ്റ്റ് എടുത്ത് നിന്നാണ് സത്യത്തിൽ മുകളിൽ വരെ എത്തിയത്. കൊള്ളാവേ, രസമുണ്ട്. കുഴഞ്ഞു നിൽക്കും. നമ്മൾ താഴേന്ന് കയറിയ ടൈമിൽ അത്യാവശ്യം നല്ല വെയിലും ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓരോ ലെവലിലേക്ക് നടന്ന് കയറും തോറും നമുക്ക് ചൂടും കാര്യങ്ങളൊന്നും അറിയാനില്ല. നല്ല തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിരുന്നു മുകളിലേക്ക് നടന്ന് കയറാൻ വേണ്ടി. നമ്മൾ മുകളിലേക്ക് നടന്ന് പോകുന്നതനുസരിച്ച് നമ്മൾ പോകുന്ന വഴിയൊക്കെ അത്യാവശ്യം നല്ല ഡേഞ്ചറായിട്ടുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം ഒരാൾക്ക് നടന്ന് പോകാൻ പറ്റാവുന്ന രീതിയിലുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് ഹൈറ്റ് അത്യാവശ്യം നല്ല പേടിയുണ്ടായിരുന്നു. കാരണം ചെറിയൊരു സ്പേസിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ ഒക്കെ ഭയങ്കരമായിട്ട് തലചുറ്റലും കാര്യങ്ങളൊക്കെ ഫീൽ ആവുന്നുണ്ടായിരുന്നു. നമ്മൾ ഒരു പകുതി എത്തിയപ്പോഴത്തേക്കിന് നല്ല കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ കയറിയിട്ട് ഇറങ്ങുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പറഞ്ഞത് മുകളിൽ ഇതിലും നല്ല കോടയും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ നടന്ന് പോകുന്ന വഴികളെല്ലാം ഇതേപോലെ ചെറിയ ചെറിയ കല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് റിസ്ക് ആയിരുന്നു നമുക്ക് മുകളിലേക്ക് എത്താൻ. എന്നിട്ട് നമ്മൾ ഒരു പകുതി എത്തിയപ്പോഴത്തേക്കിനും നല്ല പ്രായമുള്ള ആൾക്കാരും ഒക്കെ കുറേ അമ്മമാരും ഒക്കെ ഇങ്ങനെ കയറിയിട്ട് ഇറങ്ങുന്നവരാണ്. അപ്പോൾ അവരെയൊക്കെ കാണുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് നമുക്കും കയറാൻ പറ്റും.
അങ്ങനെ നമ്മൾ ഫൈനലി അവിടെ എത്തിച്ചേർന്നു. ശങ്കരാചാര്യർ തപസ്സിരുന്ന് സർവജ്ഞപീഠമാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് റിട്ടേൺ താഴേക്ക് ഇറങ്ങി. 6 മണിക്ക് മുന്നേ നമുക്കവിടെ നിന്ന് ഇറങ്ങണം. 6 മണി വരെ നമുക്കവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. സോ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റ് നമ്മളവിടെ സ്പെൻഡ് ചെയ്ത് കാണും. അത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് താഴെ ഇറങ്ങി. 5:30 ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ താഴെ ഇറങ്ങി. നമ്മൾ പെട്ടെന്ന് താഴെ എത്തിയതിന് ശേഷം നമ്മൾ ഓടിയാണ് ജീപ്പിൽ കയറിയത്. കാരണം 6 മണി വരെ നമുക്കവിടെ ഗേറ്റ് ഓപ്പൺ ആയിട്ടുള്ളൂ. 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗേറ്റ് ക്ലോസ് ചെയ്യും. അപ്പം നമുക്കതിന് മുന്നേ താഴെ എത്തണം. താഴെ എത്തി നമുക്ക് പാസ് കാണിച്ചാലേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ പൈസ അടയ്ക്കണം. നമുക്ക് 6 മണി വരെയുള്ള പാസ് ആയതുകൊണ്ട് നമുക്ക് അതിന് മുന്നേ തന്നെ താഴെ എത്തണം. സോ നമ്മൾ പെട്ടെന്ന് തന്നെ ഓടിയാണ് നമ്മൾ ജീപ്പിൽ കയറിയത്. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു സർവജ്ഞപീഠം കാണുമെന്നുള്ളത്. എന്തായാലും അത് നല്ല അടിപൊളിയായിട്ട് നടന്നു. നമ്മൾ പോയി ജീപ്പാണ് കാണുന്നത്. നമ്മൾ താഴെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും എത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി. ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ. ബൈ.